ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 1-ാം അധ്യായം. ശ്രീ മൈത്രേയ ഉവാച. മനോസ്തു ശതരൂപായാം തിസ്രകന്യാശ്ച ജജ്ഞിരേ ആകൂതിർദേവഹൂതിശ്ച പ്രസൂതിരിതി വിശ്രുതാഃ. ശ്രീ മൈത്രേയർ വിതുരരോട് പറയുകയാണ്, ഈ 4-ാം സ്കന്ധത്തിൽ ചരാചരങ്ങളുടെ സൃഷ്ടി എന്നർത്ഥമായ വിസർഗം എന്ന ഈശ്വരലീലയെ പറയുന്നു. ഈശ്വരാനുഗ്രഹീതന്മാരായ ബ്രഹ്മമന്വാദികളാണ് ചരാചര സൃഷ്ടിക്കുള്ള ബാഹ്യകാരണത്തെ വഹിച്ചിരിക്കുന്നവർ. അതിൽ ആദ്യത്തെ അധ്യായത്തിൽ മനുപുത്രിമാരുടെ വംശങ്ങളെ വെവ്വേറെ വർണ്ണിക്കുന്നു. ആ വംശത്തിലാണ് ശ്രീഹരി യത്നാദിമൂർത്തികളോടുകൂടെ അവതരിച്ചിരിക്കുന്നത് എന്ന കാരണത്താൽ മനുവംശ വിസ്താരത്തെ നിരൂപിച്ചിരിക്കുന്നു. മനുവിന് ശതരൂപയിൽ ആകൂതി, ദേവഹൂതി, പ്രസൂതി എന്ന നാമധേയത്താൽ ലോകത്തിൽ വിഖ്യാതിയെ പ്രാപിച്ചിരുന്ന 3 കന്യകമാരും പ്രിയവ്രതൻ, ഉത്താനപാദൻ എന്ന സുപ്രസിദ്ധന്മാരായ 2 പുത്രന്മാരുമാണ് ഉണ്ടായിട്ടുള്ളത്. ആകൂതിം രുജയേ പ്രാതാത് അഭിഭ്രാതൃമതീം നൃപഃ പുത്രികാധർമ്മമാശ്രിത്യ ശതരൂപാനുമോദിതഃ. ആദിരാജാവായ മനു ആകൂതി എന്ന പുത്രിയെ ഭ്രാതൃമതിയായിരിക്കെ ബ്രഹ്മപുത്രനായ രുചി പ്രജാപതിക്ക് ശതരൂപയുടെ അനുമോദനത്തെ അനുസരിച്ച് പുത്രികാധർമ്മ വിധിപ്രകാരം കല്യാണം കഴിച്ചു കൊടുത്തു. പുത്രിയിൽ ജനിക്കുന്ന പുത്രനെ തനിക്ക് തരണമെന്നുള്ള പ്രതിജ്ഞയോടുകൂടെ പിതാവ് പുത്രിയെ വരനായി കൊടുക്കുന്ന സമ്പ്രദായത്തെയാണ് പുത്രികാധർമ്മവിധി എന്ന് പറയുന്നത്. മനുവിന് പുത്രന്മാരില്ലെങ്കിൽ മാത്രമേ ഈ വിധിയെ അംഗീകരിക്കുവാൻ അവകാശമുള്ളൂ. പ്രിയവ്രതൻ, ഉത്താനപാദൻ എന്ന 2 പുത്രന്മാരുണ്ടായിരുന്നിട്ടും ഈ വിധം ചെയ്തത് ആകൂതിയിൽ ഭഗവാൻ അവതരിക്കുമെന്നും ഭഗവത് സമാഗമം തനിക്ക് സിദ്ധിക്കണമെന്നുള്ള ആഗ്രഹത്താലുമാണെന്നും ഇതിനെ അറിഞ്ഞിട്ടു തന്നെയാണ് സ്വശക്തിയായ ധർമ്മപത്നി അനുമോദിച്ചതെന്നും അറിയേണ്ടതാകുന്നു. പ്രജാപതി സ ഭഗവാൻ രുചിസ്തസ്യാമജീജനത് മിഥുനം ബ്രഹ്മവർച്ചസ്വി പരമേണ സമാധിന. ഭഗവത് ഭക്തനും വേദാധ്യയനാദികളിലുള്ള നിഷ്ഠനിമിത്തം മഹാതേജസ്സോട് കൂടിയവനുമായ രുചി പ്രജാപതി ലക്ഷ്മി സഹിതനായ ശ്രീനാരായണമൂർത്തിയെ സമാധിയോഗത്താൽ ഹൃദയത്തിൽ വഹിക്കുകയും ആ ഹൃദയത്തിൽ നിന്ന് സ്വപത്നിയായ ആകൂതിയിൽ പ്രവേശിക്കുകയും ചെയ്തതിനാൽ ഒരു സ്ത്രീ സന്താനത്തെയും ഒരു പുരുഷ സന്താനത്തെയും ഏകകാലത്തിൽ ജനിപ്പിച്ചു. യസ്തയോ പുരുഷ സാക്ഷാത് വിഷ്ണുര്യത്നസ്വരൂപദൃക് യാ സ്ത്രീ സാ ദക്ഷിണാഭൂതേർ അംശഭൂതാനപായിനി. അവരിൽ പുരുഷ സന്താനം യത്നൻ എന്ന നാമധേയത്തെ വഹിച്ച് അവതരിക്കുന്ന സാക്ഷാൽ മഹാവിഷ്ണുവും സ്ത്രീ സന്താനം വിഷ്ണുവിനെ ഒരു കാലത്തും പിരിഞ്ഞിരിക്കാത്ത ലക്ഷ്മി ദേവിയുടെ അവതാരവും ദക്ഷിണ എന്ന നാമത്തിൽ പ്രസിദ്ധയുമാകുന്നു. ആനിന്യേ സ്വഗൃഹം പുത്ര്യാഹ പുത്രം വിദതരോജിഷം സ്വായംഭുവോ മുദായുക്തോ രുചിർജഗ്രാഹ ദക്ഷിണാം. സർവത്ര വ്യാപിക്കുന്ന ദേഹകാന്തിയോടുകൂടിയ പുത്രീപുത്രനെ ബ്രഹ്മപുത്രനായ മനു സ്വരാജധാനിയിലേക്ക് കൊണ്ടുവന്നു. തൻ്റെ സങ്കല്പപ്രകാരം ഭഗവാൻ പുത്രിയിൽ അവതരിക്കുകയും തനിക്ക് കൊണ്ടുവരുവാൻ സാധിക്കുകയും ചെയ്തതിനാൽ മനുവിന് പരമസന്തോഷമുണ്ടായി. പുത്രനെ മാത്രമേ കൊണ്ടുവരുവാൻ വിവാഹസമയത്തിൽ നിശ്ചയം ചെയ്തിട്ടുള്ളൂ. അതിനാൽ പുത്രിയായ ദക്ഷിണയെ രുചി പ്രജാപതി സ്വീകരിക്കുകയും ചെയ്തു. തം കാമയാനാം ഭഗവാൻ ഉവാഹയജുഷാം പതിഹി തുഷ്ടായാം തോഷമാപന്നോ അജനയദ്വാദശാത്മജാൻ. സർവമന്ത്രങ്ങൾക്കും യത്നാദികൾക്കും സമുചിത ബലത്തെ നൽകി മന്ത്രങ്ങളെയും കർമ്മങ്ങളെയും നിലനിർത്തി രക്ഷിക്കുന്ന ഭഗവാൻ ശ്രീഹരിയെ പിരിഞ്ഞിരിക്കാത്ത ലക്ഷ്മി ദേവിയുടെ അവതാരമായ ദക്ഷിണാദേവി തന്നെ കാംക്ഷിച്ചതിനാൽ വിവാഹം ചെയ്തു. സ്വപ്രിയനായ ശ്രീഹരിയോട് യോജിച്ചതിനാൽ സന്തുഷ്ടയായ ദക്ഷിണാദേവിയിൽ സ്വപത്നിയായ ലക്ഷ്മി ദേവിയോട് ചേർന്നതുകൊണ്ട് സന്തുഷ്ടനായ യത്നമൂർത്തി 12 പുത്രന്മാരെ ജനിപ്പിച്ചു. ഏകമാതാപിതാക്കന്മാരുടെ പുത്രനും പുത്രിയുമായ ഇവർ ഭാര്യാഭർത്താക്കന്മാരായി എന്നുള്ള ലോകാപവാദം ഈശ്വരാംശ സംഭവന്മാരായ ഇവരിൽ ആരോപിക്കുവാൻ അവകാശമില്ല. തേജസ് അധികരിച്ചവരെ ലൗകികന്മാരായി ഗ്രഹിച്ചുകൂടാ എന്നാണ് സമാധാനം. സാധാരണന്മാർ ഈ വിധം ചെയ്യാതിരിക്കുകയും വേണം.
അഗ്നിക്ക് അമൃതവും വിഷവും ഒരുപോലെ തന്നെ. സാധാരണ ജനം വിഷം കുടിച്ചാൽ മരിക്കും എന്നതിനെ മറക്കാതിരിക്കണം. തോഷപ്രദോഷ സന്തോഷോ ഭദ്രശാന്തിരിടസ്പതി ഇദ്മകവിർവിഭുസ്സൊന്ന സുദേവോരോചനോ ദ്വിഷഡ്. തോഷൻ, പ്രദോഷൻ, സന്തോഷൻ, ഭദ്രൻ, ശാന്തി, ഇടസ്പതി, ഇദ്മൻ, കവി, വിഭു, സൊന്നൻ, സുദേവൻ, രോചനൻ എന്നാണ് ഈ 12 പേരുടെ നാമധേയങ്ങൾ. തുഷിതാ നാമതേ ദേവ ആസൻ സ്വായംഭുവേന്തരേ മരീചി മിശ്ര ഋഷയോ യത്നസുരഗണേശ്വര. ഒരു മന്വന്തരമെന്ന് പറയപ്പെടുന്ന കാലത്തിൽ താഴെ പറയുന്ന 6 വിധക്കാരുണ്ടായിരിക്കണമെന്നാണ് ശാസ്ത്ര സിദ്ധാന്തം. മനു, ദേവന്മാർ, മനുപുത്രന്മാർ, ദേവേന്ദ്രൻ, ഋഷികൾ, വിഷ്ണുവിൻ്റെ അംശമായ അവതാരം, ഇങ്ങനെ 6 വിധക്കാരുടെ സമൂഹമാണ് ഈ കാലത്തെ പരിപാലിക്കുന്നത്. ലോകത്തിൽ പരിപാലനധർമ്മം ഏർപ്പെടുത്തപ്പെട്ടതുതന്നെ ഏകാധിപത്യമായിട്ടല്ല, സഭാസമ്പ്രദായത്തിലാണെന്ന് ഇതിൽ നിന്നറിയാം. ഏകശാസനം ക്ഷേമകരമല്ലെന്ന് ആദ്യകാലം മുതൽക്കേ നിശ്ചയിച്ചിരിക്കുന്ന തത്വമാകുന്നുവെന്ന് സൂചിപ്പിച്ചുകൊണ്ട് സ്വായംഭുവ മന്വന്തരാധിപന്മാരെ പറയുന്നു. യത്നപുത്രന്മാരായ 12 പേർ തുഷിതന്മാർ എന്ന് സുപ്രസിദ്ധന്മാരായ ദേവന്മാരായി ഭവിച്ചു. മരീചി മുതലായവർ ഋഷികൾ, യത്നൻ തന്നെ ദേവേന്ദ്രനും അംശാവതാരവും, സ്വായംഭുവൻ മനു, തുഷിതന്മാർ ദേവന്മാർ, യത്നൻ ദേവേന്ദ്രൻ, മരീച്യാദികൾ ഋഷികൾ, പ്രിയവ്രതൻ ഉത്താനപാദൻ ഈ 2 പേർ മനുപുത്രന്മാർ. ഇങ്ങനെ മന്വന്തര പരിവാരങ്ങളെല്ലാം തികഞ്ഞതിനാൽ ഭഗവാൻ സ്വായംഭുവൻ പരമസന്തുഷ്ടനായി ഭവിച്ചു. പ്രിയം വ്രതോത്താനപാദൗ മനുപുത്രൗ മഹൗജസോ തത്പുത്രപൗത്രനപത്യൂണാം അനുവൃത്തം തദന്തരം. പ്രിയം വ്രതൻ, ഉത്താനപാദൻ എന്ന സുപ്രസിദ്ധന്മാരായ മനുപുത്രന്മാർ മഹാപരാക്രമശാലികളാവുന്നു. അവരുടെ പുത്രന്മാർ, പൗത്രന്മാർ, നപ്താക്കൾ എന്നിവരാൽ സ്വയംഭുവ മന്വന്തരം സദ്ധർമ്മസമ്പൂർണമായിരുന്നു. ദേവഹൂതിമദാത്താദ കർദ്ദമായാത്മജാം മനുഹു തൽസംബന്ധി ശ്രുതപ്രായം ഭവദാഗതോ മമ. ഹേ വത്സ, ദേവഹൂതി എന്ന പുത്രിയെ മനു കർദ്ദമന് നൽകി. അവരെ സംബന്ധിച്ച ചരിത്രം മിക്കതും ഞാൻ പറഞ്ഞതിനെ അങ്ങ് കേട്ടുവല്ലോ. ദേവഹൂതിയുടെ കന്യകമാരുടെ വംശം കേട്ടിട്ടില്ലെന്ന് സൂചിപ്പിക്കുവാനാണ് ശ്രുതപ്രായം എന്ന് പറഞ്ഞത്. ദക്ഷായ ബ്രഹ്മപുത്രായ പ്രസൂതിം ഭഗവാൻ മനുഹു പ്രായച്ഛത് യത്കൃത സ്വർഗ സ്ത്രിലോക്യാം വിദതോ മഹാൻ. ഭഗവാനായ മനു പ്രസൂതി എന്ന പുത്രിയെ ബ്രഹ്മപുത്രനായ ദക്ഷനു നൽകി. അവരിൽ നിന്ന് ഉത്ഭവിച്ച സൃഷ്ടിവർഗം 3 ലോകത്തിലും വ്യാപിച്ചിരുന്നു. അധികം പ്രസവിക്കുന്നതിനുള്ള യോഗ്യതയുണ്ടായതുകൊണ്ടാണ് പ്രസൂതി എന്ന പേരിട്ടത് എന്നുകൂടി സന്തതികളുടെ ആധിക്യം നിമിത്തം സിദ്ധമായിരിക്കുന്നു. യാ കർദ്ദമസുതാ പ്രോക്താഹ നവബ്രഹ്മർഷിപത്നയഃ താസാം പ്രസൂതി പ്രസവം പ്രോച്യമാനം നിബോധമേ. ഇപ്പോൾ കർദ്ദമൻ്റെ പുത്രിമാരിൽ നിന്നുണ്ടായ സന്താനങ്ങളുടെ പരമ്പരയെ പറയാം, കേൾക്കുക. കല, അനസൂയ, ശ്രദ്ധ, ഹവിർഭു, ഗതി, ക്രിയ, ഖ്യാതി, അരുന്ധതി, ശാന്തി ഈ 9 പേരാണ് കർദ്ദമപുത്രിമാർ. മരീചി, അത്രി, അങ്കിരസ്, പുലസ്ത്യൻ, പുലഹൻ, ക്രതു, ഭൃഗു, വസിഷ്ഠൻ, അഥർവാവ് എന്ന 9 ബ്രഹ്മർഷികൾക്ക് ക്രമത്തിൽ 9 പുത്രിമാരെ കല്യാണം കഴിച്ചു കൊടുത്തു. 8 പേർ ബ്രഹ്മപുത്രന്മാർ. അഥർവാവ് വേദം അറിയുന്ന ഒരു മുനിയാകുന്നു. അതുകൊണ്ട് 9 പേരും ബ്രഹ്മർഷികളാണ്. ധർമ്മം ഉറപ്പിക്കുന്ന സന്താനങ്ങൾ ഇവരിൽ നിന്നുണ്ടായിട്ടുള്ളതുകൊണ്ട് ഇവരുടെ വംശം വിസ്തരിച്ചു പറയുകയും അറിയുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. പത്നി മരീചേസ്തു കലാസുഷുവേ കർദ്ദമാത്മജ കശ്യപം പൂർണിമാനം ച യയോരാപൂരിതം ജഗത്. ബ്രഹ്മപുത്രന്മാരിൽ ജ്യേഷ്ഠനായ മരീചിയുടെ വംശത്തെ പറയുന്നു. കർദ്ദമ പ്രജാപതിയുടെ ജ്യേഷ്ഠപുത്രിയും മരീചിയുടെ ധർമ്മപത്നിയുമായ കല കശ്യപനെയും പൂർണിമാവിനെയും പ്രസവിച്ചു. അവരുടെ വംശപരമ്പരയാൽ ലോകം സമ്പൂർണമായി. പൂർണിമാസൂതവിരജം വിശ്വകം ച പരം തമ ദേവകുല്യാം ഹരേ പാദ ശൗചാത്യാഭൂത് സരിദ്ദിവഹ. കശ്യപൻ്റെ വംശം ദേവദാനവന്മാരാൽ ധർമ്മത്തിനും അധർമ്മത്തിനും കാരണമായി വന്നിരിക്കയാൽ കേവല ധർമ്മത്തെ മാത്രം പ്രസ്താവിക്കുന്ന ഈ ഘട്ടത്തിൽ പറയുവാൻ ഭാവിക്കാതെ 6-ാം സ്കന്ധത്തിൽ പറയുവാനായി നിർത്തിവെച്ചു. 2ാമത്തെ പുത്രനായ പൂർണിമാവിൽ നിന്നുണ്ടായ വംശത്തെ ഇവിടെ പറയുന്നു. പൂർണിമാവിന് വിരജൻ, വിശ്വകൻ എന്ന 2 പുത്രന്മാരും ദേവകുല്യ എന്നൊരു പുത്രിയുമുണ്ടായി.
ശ്രീഹരിയുടെ പാദക്ഷാളനത്തിൽ നിന്നുണ്ടായ ഗംഗാനദിയുടെ അംശമാണിവൾ. അത്രേ പത്ന്യനസൂയ ത്രിജജ്ഞേ സുയശസ്സുതാൻ ദത്തം ദുർവാസസം സോമം ആത്മേശ ബ്രഹ്മസംഭവാൻ. അത്രിയുടെ പത്നിയായ അനസൂയയിൽ 3 പുത്രന്മാരുണ്ടായി. അവർ മഹാകീർത്തിശാലികളും ശ്രീഹരി, പരമശിവൻ, ബ്രഹ്മാവ് ഇവരുടെ അംശസംഭവന്മാരുമാകുന്നു. ദത്തൻ, ദുർവാസസ്, സോമൻ എന്നാണ് ഇവരുടെ പേർ. വിതുര ഉവാച അത്രൈർഗൃഹേ സുരശ്രേഷ്ഠാഃ സ്ഥിത്യുൽപത്യന്തഹേതവഃ കിം ചിച്ചികീർഷവോ ജാതാ ഏതദാഖ്യാ ഹി മേ ഗുരോ. വിതുരർ ചോദിക്കുകയാണ്, ഹേ ഗുരോ, സൃഷ്ടിസ്ഥിതി സംഹാരകർത്താക്കന്മാരും ദേവന്മാരിൽ ശ്രേഷ്ഠന്മാരുമായ ബ്രഹ്മ, വിഷ്ണു, രുദ്രന്മാർ 3 പേരും അത്രിയുടെ പുത്രന്മാരായി ജനിച്ചതിൽ എന്തോ മഹത്തായ ആവശ്യമുണ്ടായിരിക്കുമല്ലോ. അതിനെ എന്നോട് അരുളി ചെയ്യണം. മൈത്രേയ ഉവാച ബ്രഹ്മണാ ചോദിത സൃഷ്ടാവത്രിർബ്രഹ്മവിദാം വരഃ സഹ പത്ന്യായയാ വൃക്ഷം കുലാദ്രീം തപസി സ്ഥിതഃ. മൈത്രേയർ പറഞ്ഞു, ദേവജ്ഞന്മാരിൽ വെച്ച ഉത്തമനും സ്വപുത്രനുമായ അത്രിയെ ലോകത്തെ അഭിവൃദ്ധിപ്പെടുത്തുവാൻ ഉപകരിക്കുന്ന സൃഷ്ടിയിൽ ഏർപ്പെടണമെന്ന് ബ്രഹ്മദേവൻ പ്രേരിപ്പിച്ചു. സൽസന്താനങ്ങളെ ജനിപ്പിക്കുവാൻ തപസ്സുകൊണ്ടല്ലാതെ സാധിക്കുകയില്ല എന്നറിവുള്ള അത്രി പത്നി സഹിതനായിട്ട് ഋക്ഷം എന്നു പേരായ കുലപർവ്വതത്തിൽ ചെന്ന് തപസ്സാചരിച്ചു. ഈശ്വരഭക്തിയും നിഷ്ഠയുമില്ലാതെ മൃഗീയ വ്യാപാരം നടത്തുന്നതുകൊണ്ടുണ്ടാകുന്ന സന്താനങ്ങൾ ലോകത്തെ അഭിവൃദ്ധിപ്പെടുത്തുവാൻ മതിയായവരായിരിക്കയില്ലെന്ന് ഈ മഹാന്മാർ അവരുടെ ധർമാനുഷ്ഠാനത്താൽ ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതായി ധരിക്കേണ്ടതാണ്. തസ്മിൻ പ്രസൂനസ്തബക പലാശാശോകാനനെ വാർഭിസ്രവദ്ഭിരുദ്ഗുഷ്ടേ നിർവിന്ദ്യായ സമന്തദഃ പ്രാണായാമേന സംയമ്യ മനോവർഷശതം മുനിഃ അധിഷ്ഠദേഹപാദേന നിർദ്വന്ദ്വോ നിലഭോജനഃ ശരണം തം പ്രപദ്യേഹം യയേവ ജഗദീശ്വരഃ പ്രജാമാത്മസമാം മഹ്യം പ്രയച്ഛിതി ചിന്തയൻ. സ്ഥല കാലാവസ്ഥകളെ അനുസരിച്ചിരിക്കും മനോവ്യാപാരം. മനസ്സിൻ്റെ ഏകാഗ്രതയാണ് കാര്യം സാധിപ്പാൻ അത്യന്താവശ്യമായിരിക്കുന്നത്. അത് സ്വതേ ചലിക്കുന്നതുമാണ്. അതിനെ ഏകാഗ്രതപ്പെടുത്തുവാൻ 2 മാർഗങ്ങളെ ശാസ്ത്രം ഉപദേശിക്കുന്നുണ്ട്. അതിൽ ഒന്ന് ശ്രവണമനനാദി വ്യാപാരങ്ങളും മറ്റൊന്ന് പ്രാണായാമാദികളുമാണ്. ശ്രവണാദികൾ സുഖസാധ്യങ്ങളാണെങ്കിലും ബഹുകാലം കൊണ്ട് മാത്രമേ ഫലപ്രദങ്ങളായി വരികയുള്ളൂ. അഷ്ടാംഗയോഗപ്രധാനമായ പ്രാണയാമാദികൾ അങ്ങനെയല്ല, ക്ഷണസാധനങ്ങളാണ്. അതുകൊണ്ട് അത്രി ആ മാർഗത്തെ അംഗീകരിച്ചു എന്നാണ് വർണ്ണനയിൽ അടങ്ങിയിരിക്കുന്നത്. മനസ്സിനെ ആഹ്ലാദിപ്പിക്കാൻ ഉപകരിക്കുന്ന സാമഗ്രികളെല്ലാം ഈ പർവ്വത പരിസരങ്ങളിൽ അയത്നസിദ്ധങ്ങളായിരുന്നു. പഞ്ചേന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കുന്നതിന് സമർത്ഥങ്ങളും പരിശുദ്ധങ്ങളുമായിരുന്നു 4 ഭാഗത്തുമുള്ള സാധനങ്ങൾ. ഋഷപർവ്വതത്തിൽ നിന്നുത്ഭവിക്കുന്ന നിർവിന്ദ്യ നദിയുടെ പ്രവാഹം നിമിത്തമുണ്ടാകുന്ന ശ്രാവ്യമായ നാദം 4 ഭാഗത്തും മുഴങ്ങിക്കൊണ്ടിരുന്നു. സ്നാനപാനാദികൾക്ക് നിർമ്മലമായ ജലം സുലഭമായിരുന്നതിനു പുറമെ ശ്രോത്രേന്ദ്രിയത്തിന് പരമാനന്ദവും അനായാസേന സിദ്ധിച്ചിരുന്നു. പുണ്യജല സ്നാനപാനാദികളാൽ ഉള്ളും പുറവും പരിശുദ്ധമായിരുന്നു. ഇപ്രകാരമുള്ള രമ്യസ്ഥാനത്തിൽ പ്രാണായാമത്താൽ മനസ്സിൻ്റെ ചാഞ്ചല്യം എന്ന ദോഷത്തെ നിരോധിക്കുന്നതിൽ പരിശ്രമിച്ചു. മതം പൊട്ടിച്ചാടി ഓടുന്ന ആനയെ പന്തലിട്ടടയ്ക്കുന്ന മാതിരിയിൽ അലിയുന്ന മനസ്സിനെ പ്രാണായാമം കൊണ്ടടക്കുവാൻ സദ്യഫലപ്രദമായ ഉപായമാകുന്നു. മനസ്സടങ്ങുമ്പോൾ ശരീരാഭിമാനം നന്നേ കുറഞ്ഞു വരും. ശീതം, ഉഷ്ണം എന്നിവയുടെ ബാധയെ അറിയുന്നതിനുള്ള മനസ്സിൻ്റെ അന്തർലീനമായ അവസ്ഥയിൽ ആ ഉപദ്രവം ശരീരത്തെ ബാധിക്കുകയില്ല. അവയെ സഹിപ്പാനുള്ള ശക്തി ഉണ്ടായി. ശരീരം പ്രാരബ്ധത്താൽ തന്നെ നിലനിൽക്കുന്നതാണെന്ന ബോധത്താൽ വായു മാത്രമായിരുന്നു ഭക്ഷണം. 100 വർഷക്കാലം ഒറ്റക്കാലുകൊണ്ട് ഭൂമിയെ സ്പർശിച്ച് ഈ വിധം തപസ് ചെയ്തു. സർവ്വലോകങ്ങളുടെയും നാഥനായിരിക്കുന്ന ഈശ്വരന് അവിടുത്തോട് തന്നെ സദൃശ്യഗുണവാനായ സന്താനത്തെ തനിക്ക് നൽകണമെന്നായിരുന്നു തപസ്സിൽ സങ്കല്പം. ഈ സങ്കല്പത്തോടുകൂടെ സർവേശ്വരനെ ശരണം പ്രാപിച്ച് തപസ്സു ചെയ്തു. തപ്യമാനം ത്രിഭുവനം പ്രാണായാമൈദസാഗ്നിന നിർഗതേന മുനീർമൂർധ്നഃ സമീക്ഷ്യ പ്രഭവസ്ത്രയഃ അപ്സരോ മുനിഗന്ധർവ സിദ്ധവിദ്യാധരോരഗൈഃ വിദായമാന യശസഃ തദാശ്രമപദം യയുഃ. 100 സംവത്സരം പ്രാണായാമത്തോടുകൂടെ തപസ്സു ചെയ്തതിനാൽ
മുനിയുടെ അന്തർഭാഗത്തിലുള്ള അഗ്നി ഉജ്ജ്വലിച്ച് മൂർധാവിൽ കൂടെ പുറമേ വ്യാപിച്ചു. അതിനാൽ 3 ലോകത്തിനും സന്താപം ജനിച്ചിരിക്കുന്നതിനെ ജഗദീശ്വരന്മാരായ ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ എന്ന 3 പേരും അറിഞ്ഞപ്പോൾ അപ്സരസുകൾ, മുനിമാർ, ഗന്ധർവന്മാർ, സിദ്ധന്മാർ, വിദ്യാധനന്മാർ, ഉരകങ്ങൾ ഇവരാൽ കീർത്തിക്കപ്പെടുന്ന യശസ്സോടുകൂടിയവരായി മുനിയുടെ ആശ്രമസ്ഥാനത്തിൽ ചെന്നു. തത്പ്രാദുർഭാവ സംയോഗ വിദ്യോദിതമനാ മുനിഃ ഉത്തിഷ്ഠന്നേകപാദേന ദദർശ വിബുദർഷഭാൻ. ത്രിമൂർത്തികൾ സമീപത്തു വന്നപ്പോൾ അവരുടെ അലൗകികമായ ശരീര തേജസ് മുനിയുടെ അന്തർഭാഗത്തിൽ പ്രവേശിച്ചതിനാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അസാധാരണമായ പ്രകാശം അനുഭവപ്പെട്ടു. ഒരു കാൽ കൊണ്ട് നിൽക്കുന്ന ആ താപസൻ കൺമിഴിച്ചപ്പോൾ അരികത്ത് നിൽക്കുന്ന ദേവാധിപന്മാരെ കണ്ടു. പ്രണമ്യ ദണ്ഡവത് ഭൂമാവുപതസ്തേർഹണാഞ്ജലിഃ വൃഷഹംസസുപർണസ്താൻ സ്വൈ സ്വൈ ചിന്നൈവ ചിന്നിതാൻ. ലോകേശ്വരന്മാരായ ദേവന്മാർ 3 പേരും കാരുണ്യാതിരേകത്താൽ സ്വഭക്തനെ അനുഗ്രഹിപ്പാനായി ധർമ്മസ്വരൂപമായ വൃഷഭവാഹനത്തിൽ ത്രിശൂല, ഡമരു, സർപ്പങ്ങൾ എന്ന ആയുധഭൂഷണങ്ങളെ ധരിച്ച് ശിവനും, ജ്ഞാനസ്വരൂപമായ ഹംസം എന്ന വാഹനത്തിൽ കമണ്ഡലു, കുശം മുതലായ സ്വചിഹ്നത്തോടുകൂടെ ബ്രഹ്മാവും, ഭക്തിസ്വരൂപമായ ഗരുഡവാഹനത്തിൽ ശംഖചക്ര ഗദാപത്മങ്ങളായ ആയുധാദികളെ ധരിച്ച് വിഷ്ണുവും മുമ്പിൽ നിൽക്കുന്നതിനെ കണ്ടപ്പോൾ ഭക്തിപൂർവം ഭൂമിയിൽ ദണ്ഡം പോലെ വീണു നമസ്കരിച്ചു. ഉടനെ പുഷ്പം, വലം, ജലം, ചന്ദനം, ധൂപം, ദീപം എന്നീ പൂജാദ്രവ്യങ്ങളെ കൊണ്ട് പൂജിക്കുകയും ചെയ്തു. കൃപാവലോകേന ഹസദ്വതനേനോപലംബിതാൻ തദ്രോജിഷാ പ്രതിഹതേ നിമീല്യ മുനിരക്ഷിണി ചേതസ്തത്പ്രവണം യുഞ്ജൻ താവീത് സംവ്യതാഞ്ജലിഃ ശ്ലഷ്ണയാ സൂക്തയാ വാച സർവലോകഗരീയസഃ. അവരവരുടെ ആയുധഭൂഷണാദികളെ ധരിച്ച് വൃഷഭാദി വാഹനങ്ങളിലിരിക്കുന്ന ത്രിമൂർത്തികൾ കരുണയോടുകൂടിയ കടാക്ഷത്താലും മന്ദാഹസ മനോഹരമായ മുഖത്താലും തങ്ങൾ ഇന്നിന്നവരാണെന്ന് മുനിയെ ധരിപ്പിച്ചു. മുനി അവരെ യഥാവിധി പൂജിച്ചു. അവരിൽ നിന്ന് പുറപ്പെടുന്ന തേജസ്സിനെ ശരിക്കും നോക്കുവാൻ സാധിക്കാത്തതിനാൽ കണ്ണുകളെ അടച്ചു. മനസ്സിനെ അവരിൽ തന്നെ നിർത്തി മാധുര്യവും അർത്ഥഗാംഭീര്യവും ചേർന്നിരിക്കുന്ന വാക്കുകൾ കൊണ്ട് അഞ്ജലിപൂർവം സകലലോകവന്ദ്യന്മാരായ അവരെ സ്തോത്രം ചെയ്തു. അത്രിരുവാച വിശ്വോത്ഭവസ്ഥിതിലയേഷു വിഭജ്യമാനൈർ മായാഗുണൈരനിയുഗം വിഗൃഹീതദേഹാഃ തേ ബ്രഹ്മവിഷ്ണുഗിരിശാഃ പ്രണതോസ്മ്യഹം വാസ്തേഭ്യഃ ക ഏവ ഭവതാം മ ഇഹോ ബഹൂദഃ. അത്രിയുടെ സ്തുതിവചനം പറയുകയാണ്. അല്ലയോ ദേവാധിപന്മാരെ, ലോകത്തെ നിർമ്മിച്ച് സംരക്ഷിച്ച് ലയിപ്പിക്കുന്നതിനു വേണ്ടി വേർതിരിക്കപ്പെട്ടിരിക്കുന്ന ഗുണങ്ങളെ അംഗീകരിച്ചിട്ട് യുഗം തോറും അതാതു കാര്യങ്ങളെ നിർവഹിപ്പാൻ ഉപകരിക്കുന്ന വിശേഷ ശരീരങ്ങളെ ധരിക്കുന്ന ത്രിമൂർത്തികൾ ആരാണോ, ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്ന നാമധേയങ്ങളാൽ സുപ്രസിദ്ധന്മാരായിരിക്കുന്ന ആ ദേവന്മാരാണ് നിങ്ങളെന്ന് ഞാൻ അറിയുന്നു. നിങ്ങളെ ഞാൻ നമസ്കരിക്കുന്നു. എൻ്റെ സങ്കല്പം ഏകനായ ദേവനെ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്നായിരുന്നുവല്ലോ. ആ ഏകൻ നിങ്ങളിൽ ആരാണെന്ന് നിങ്ങൾ തന്നെ എന്നെ ധരിപ്പിക്കുവാൻ കരുണയുണ്ടാകണം. ഏകോമയേഹ ഭഗവാൻ വിവിധ പ്രധാനൈ ചിത്തീകൃത പ്രജനനായ കഥം യൂയം അത്രാഗതാസ്തനുഭൃതാം മനസോഭിദൂര ബ്രൂത പ്രസീദത മഹാനിഹ വിസ്മയോ മേ. വരം നൽകുവാനായി വന്നിരിക്കുന്ന ത്രിമൂർത്തികളോട് നിങ്ങളിൽ ഒരുവനെയല്ലേ ഞാൻ ആഹ്വാനം ചെയ്തത്? ആ ദേവൻ ആരാണെന്നുള്ള ആദ്യത്തെ ചോദ്യം അവരിൽ അനാദരത്തെ സൂചിപ്പിക്കുന്നില്ലയോ എന്ന ശങ്കയെ പരിഹരിച്ചുകൊണ്ട് അലഭ്യലാഭത്താൽ അതിസന്തുഷ്ടനായിരിക്കുന്ന മുനി തൻ്റെ ജിജ്ഞാസയെ പ്രകടിപ്പിക്കുന്നു. നാനാവിധങ്ങളും ഉത്കൃഷ്ടങ്ങളുമായ പൂജോപകരണങ്ങളെ കൊണ്ട് ഐശ്വര്യാദികളായ 6 ഗുണങ്ങളും തികഞ്ഞിരിക്കുന്ന ഒരു ദേവൻ എന്നിൽ സന്താനമായി അവതരിക്കണമെന്ന് സങ്കല്പിച്ചുകൊണ്ട് ചിത്തത്തിൽ ആ ദേവനെ പൂജിച്ചും ധ്യാനിച്ചും കൊണ്ടിരുന്നു. ശരീരികളുടെ മനസ്സിനുകൂടെ അഗോചരന്മാരായിരിക്കുന്ന നിങ്ങൾ 3 പേരും എൻ്റെ ഏകദേവ ധ്യാനബലമായിട്ട് ആഗമിച്ചിരിക്കുന്നതിൽ എനിക്ക് അത്യാശ്ചര്യം തോന്നുന്നു. അവിചാരിതവും അലഭ്യവുമായ ലാഭത്താൽ ഞാൻ അതിധന്യനായി ഭവിച്ചു. ഏകദേവൻ്റെ ധ്യാനത്താൽ ത്രിമൂർത്തികളായ നിങ്ങളുടെ പ്രസാദം ലഭിച്ചതെങ്ങനെയെന്നുള്ള എൻ്റെ ശങ്കയെ പരിഹരിപ്പാനായി നിങ്ങൾ എന്നിൽ പ്രസാദിക്കണം. മൈത്രേയോ ഉവാച ഇതി തസ്യ വച ശ്രുത്വാ ത്രയസ്തേ വിബുദർഷഭാഃ പ്രത്യാഹു ശ്ലഷ്ണയാ വാച പ്രഹസ്യ തം ഋഷീം പ്രഭോ. മൈത്രേയർ പറഞ്ഞു,
കാര്യസാരം ധരിപ്പാൻ സമർത്ഥനായ ഹേ വിതുര, അത്രിയുടെ സംശയസ്വരൂപമായ ഈ വചനം കേട്ടപ്പോൾ ദേവാധിപന്മാരായ ത്രിമൂർത്തികൾക്ക് പുഞ്ചിരിയുണ്ടായി. നമ്മളുടെ മായ താപസന്മാരെയും മോഹിപ്പിക്കുന്നു എന്നാണ് പുഞ്ചിരി സൂചിപ്പിക്കുന്നത്. ഭക്തതാപസൻ്റെ സംശയം തീർക്കുവാൻ തക്കവിധത്തിൽ മധുരമായി അവർ മറുപടി പറഞ്ഞു. ദേവാഊജുഹു യഥാകൃതസ്തേ സങ്കൽപ്പോ ഭാവ്യം തേനൈവ നാന്യത സത്സങ്കൽപ്യസ്യ ദേവന്മൻ യദ്വൈദ്യായതി തേ വയം. ത്രിമൂർത്തികൾ പറഞ്ഞു, ഹേ ബ്രഹ്മജ്ഞ, സത്യസങ്കല്പനായ അങ്ങയുടെ സങ്കല്പം ഏതുവിധമോ ആ വിധം തന്നെ ഭവിക്കണമല്ലോ. അല്ലെങ്കിൽ സങ്കല്പം സത്യമായി വന്നില്ല എന്നൊരു ദോഷം നേരിടും. ലോകത്തെ നിയമിക്കുന്നതായ യാതൊരു പരമതത്വത്തെ അങ്ങ് ചിത്തത്തിൽ ധ്യാനിക്കുന്നുവോ ആ ഏകതത്വം തന്നെ ഞങ്ങൾ മൂവരും. ബാഹ്യത്തിൽ 3 രൂപം കാണപ്പെടുന്നതിനാൽ ഞങ്ങൾ വെവ്വേറെയാണെന്ന് ധരിക്കേണ്ട. ഏകമായ ആ പരമതത്വം തന്നെ 3 രൂപത്തെ സ്വേച്ഛയാ ധരിച്ചിരിക്കുന്നുവെന്നറിഞ്ഞുകൊള്ളുക. അദാസ്മദംശഭൂതാസ്തേ ആത്മജാലോകവിസൃതാഃ ഭവിതാരോംഗഭദ്രം ദേ വിസ്രപ്സ്യന്തി ചതേ യശഃ. ഞങ്ങൾ മൂവരും ഏകതത്വസ്വരൂപന്മാരാകയാൽ ഞങ്ങളുടെ അംശഭൂതന്മാരായിട്ട് കീർത്തിമാന്മാരായ 3 പുത്രന്മാർ അങ്ങയ്ക്കുണ്ടാകും. അവർ അങ്ങയുടെ കീർത്തിയെ ലോകത്തിൽ പരത്തും. അങ്ങയ്ക്കു മംഗളം ഭവിക്കട്ടെ. ഏവം കാമവരം ദത്വാ പ്രതിജഗ്മു സുരേശ്വരാഃ സമ്യക് ദമ്പത്യോർമിഷാദോസ്തതഃ. ദമ്പതിമാരായ അത്രിയാലും അനസൂയയാലും വിധിപ്രകാരം സൽക്കരിക്കപ്പെട്ട ദേവാധിപന്മാരായ ബ്രഹ്മവാദികൾ അവർ ആഗ്രഹിച്ചിരുന്ന വരം നൽകിയ ശേഷം അവർ നോക്കിക്കൊണ്ടിരിക്കെ അവിടെ നിന്നു മറഞ്ഞു. സോമോ ഭൂദ്ബ്രഹ്മണോംശേന ദത്തോ വിഷ്ണോസ്തു യോഗവിദ് ദുർവാസാ ശങ്കരസ്യാംശോ നിബോധാംഗിരസപ്രജാഃ. ബ്രഹ്മാവിൻ്റെ അംശത്താൽ അത്രിയിൽ സൗമ്യ സ്വഭാവമുള്ള ചന്ദ്രൻ ജനിച്ചു. വിഷ്ണു അംശത്താൽ സകല യോഗങ്ങളെയും അറിയുന്ന ദത്തനുണ്ടായി. ശങ്കരാംശത്താൽ ദുർവാസസും ജനിച്ചു. അത്രിയുടെ സന്താനങ്ങളാണിവർ. ഇനി അങ്കിരസിൻ്റെ വംശം പറയാം, കേൾക്കുക. ശ്രദ്ധാത്വങ്കിരസപത്നി ചതസ്രോസൂതകന്യകാഃ സിനീവാലി കുഹൂരാഗ ചതുർത്ഥ്യനുമതിസ്തദാ. അങ്കിരസിൻ്റെ ധർമ്മപത്നിയായ ശ്രദ്ധ ധർമ്മകർമ്മങ്ങളുടെ കാലാഭിമാനിനികളായ 4 കന്യകമാരെ പ്രസവിച്ചു. കൃഷ്ണപക്ഷ ചതുർദശി അഭിമാനി ദേവതയായ സിനീവാലി, അമാവാസ്യാഭിമാനിനി ദേവതയായ കുഹു, ശുക്ലപക്ഷ ചതുർദശി അഭിമാനിനിയായ അനുമതി, പൂർണ്ണമാസ അഭിമാനിനിയായ രാഗ, ഇങ്ങനെ 4 കന്യകമാർ ശ്രദ്ധാപുത്രിമാരാകുന്നു. സൽക്കർമ്മങ്ങളെ നടത്തുന്നതിന് വിധിച്ചിരിക്കുന്ന 2 പക്ഷങ്ങളുടെ ചതുർദശി പഞ്ചദശി എന്ന തിഥികളുടെ ദേവതകളാണിവർ. തത്പുത്രാവപരാവാസ്താം ഖ്യാതോ സ്വാരോചിഷേന്ദരേ ഉദത്യോ ഭഗവാൻ സാക്ഷാത് ബ്രഹ്മിഷ്ടച്ച ബൃഹസ്പതിഃ. 4 കന്യകമാരെ കൂടാതെ അങ്കിരസിന് 2 പുത്രന്മാരുമുണ്ടായി. സ്വാരോജിഷം എന്നുപേരായ 2ാമത്തെ മന്വന്തരത്തിൽ വിദ്യയിലും തപസ്സിലും പ്രഖ്യാതിയെ പ്രാപിച്ച ഭഗവാൻ ഉദത്യനും ബ്രഹ്മജ്ഞന്മാരിൽ വച്ച് സുപ്രസിദ്ധനായ ബൃഹസ്പതിയുമാണ് ആ 2 പുത്രന്മാർ. പുലസ്ത്യോജനയത് പത്ന്യാമഗസ്ത്യം ജഹവിർഭുവി സോന്യജന്മനി ദ്രഹാർഗ്രിർ വിസ്രവാശ്ച മഹാതപാഃ. ബ്രഹ്മാവിൻ്റെ 4ാമത്തെ പുത്രനായ പുലസ്ത്യന് സ്വപത്നിയിൽ ഹവിർഭുവിൽ അഗസ്ത്യൻ എന്നും വിസ്രവസ് എന്നും പേരായ 2 പുത്രന്മാരുണ്ടായി. അവരിൽ അഗസ്ത്യൻ സകല ശരീരാന്തർവർത്തിയായ ജഠരാഗ്നിയുടെ അവതാരമാകുന്നു. വിസ്രവസ് മഹാതപസ്വിയുമായി ഭവിച്ചു. തസ്യ യക്ഷപതിർദേവഃ കുബേരസ്ത്വിടവിടാസുതഃ രാവണകുംഭകർണശ്ച തദാന്യസ്യാം വിഭീഷണഃ. പുലസ്ത്യപുത്രനായ വിസ്രവസിന് ഇടവിട, കേശിനി എന്ന് 2 ഭാര്യമാർ. ഇടവിടയിൽ ജനിച്ച പുത്രൻ കുബേരൻ. അദ്ദേഹം ദേവവർഗത്തിൽ ഉൾപ്പെട്ടവനും യക്ഷരാജാവുമാകുന്നു. കേശിനിയിൽ രാവണൻ, കുംഭകർണൻ, വിഭീഷണൻ എന്നുപേരായ 3 പുത്രന്മാരുണ്ടായി. പുലഹസ്യ ഗതിർഭാര്യ ത്രീനസൂത സതീസുതാൻ കർമ്മശ്രേഷ്ഠം വരീയാംസം സഹിഷ്ണും ച മഹാമദേഹേ. ഹേ മഹാബുദ്ധിമാനായ വിതുര, ബ്രഹ്മാവിൻ്റെ 5ാമത്തെ പുത്രനായ പുലഹന് പതിവ്രതയായ ഗതി എന്നുപേരായ ഭാര്യയിൽ കർമ്മശ്രേഷ്ഠൻ വരീയാൻ, സഹിഷ്ണു എന്നുപേരായ 3 പുത്രന്മാരുണ്ടായി. ക്രതോരവിക്രിയാ ഭാര്യ വാലക്കില്യാനസൂയത ഋഷീൻ ഷഷ്ടിസഹസ്രാണി ജ്വലതോ ബ്രഹ്മതേജസ. ബ്രഹ്മാവിൻ്റെ 6ാമത്തെ പുത്രനായ ക്രതുവിൻ്റെ ഭാര്യയായ ക്രിയ
വേദാധ്യയനാദികൾ നിമിത്തം ഉജ്ജ്വലിക്കുന്ന ശരീരകാന്തി വിശേഷവും മന്ത്രങ്ങളെ കണ്ടുപിടിക്കുവാൻ തക്ക ബുദ്ധിമാഹാത്മ്യവുമുള്ളവരും വാലകില്യന്മാരെന്ന സുപ്രസിദ്ധന്മാരായ 60,000 ഋഷികുമാരന്മാരെ പ്രസവിച്ചു. ഊർജായാം ജജ്ഞിരേ പുത്ര വസിഷ്ഠസ്യ പരന്തപ ചിത്രകേതു പ്രധാനാസ്തേ സപ്തബ്രഹ്മർഷയോ മലാഹ. അല്ലയോ പരന്തപ, വസിഷ്ഠൻ്റെ ഭാര്യയായ ഊർജയിൽ 7 പുത്രന്മാരുണ്ടായി. അവരിൽ ജ്യേഷ്ഠപുത്രന് ചിത്രകേതുവെന്നു പേർ. ഇവർ 3-ാമത്തെ മന്വന്തരത്തിൽ പരിശുദ്ധന്മാരായ 7 ബ്രഹ്മർഷികളാകുന്നു. ചിത്രകേതു സുരോജിശ്ച വിരജാമിത്രയേവജ ഉൽബണോ വസുഭൃദ്യാനോ ദ്യുമാൻ ശക്ത്യാദയോ പരേ. ചിത്രകേതു, സുരോജിസ്, വിരജസ്, മിത്രൻ, ഉൽബണൻ, വസുഭൃദ്യാനനൻ, ദ്യുമാൻ ഇവരാണ് 7 പേർ. ശക്തി മുതലായ പുത്രന്മാർ ഇവരിൽ നിന്ന് ഭിന്നന്മാരാകുന്നു. ചിത്തിസ്ത്വദർവണപത്നി ലേബേ പുത്രം ധൃതവ്രതം ദധ്യഞ്ജമശ്വശിരസം ഭൃഗോർവംശം നിബോധമേ. അഥർവാവിൻ്റെ ഭാര്യയായ ചിത്തി കുതിരയുടെ മുഖം പോലെ മുഖത്തോടുകൂടിയ ദധ്യങ് എന്ന മുനിയെ ജനിപ്പിച്ചു. ഇനി ഭൃഗുവംശം പറയാം, കേൾക്കുക. ഭൃഗുക്കാത്യാം മഹാഭാഗ പത്ന്യാം പുത്രാനജീജനത് ദാതാരം ച വിദാതാരം ശ്രിയം ച ഭഗവത് പരാം. മഹാഭാഗ്യവാനായ ഭൃഗുവിന് ഖ്യാതി എന്നുപേരായ സ്വപത്നിയിൽ ദാതാവ്, വിദാതാവ് എന്നുപേരുള്ള 2 പുത്രന്മാരും ഭഗവാനെ വിട്ടുപിരിയാതെ ഇരിക്കുന്ന ശ്രീദേവി എന്ന ഒരു പുത്രിയുമുണ്ടായി. ആയതീം നിയതീം ചൈവ സുതേ മേരുസ്തയോരദാത് താഭ്യാം തയോരഭവതാം മൃഗണ്ഡപ്രാണയേവജ. പർവ്വതാഭിമാനി ദേവതയായ മേരുദേവൻ ആയതി, നിയതി എന്നുപേരായ പുത്രിമാരെ ദാതാവിനും വിദാതാവിനും നൽകി. ആ പുത്രിമാരിൽ മൃഗണ്ഡൻ, പ്രാണൻ എന്ന 2 പുത്രന്മാരുണ്ടായി. മാർക്കണ്ഡേയോ മൃഗണ്ഡസ്യ പ്രാണാദ്വേദശിരാമുനിഃ കവിശ്ച ഭാർഗവോ യസ്യ ഭഗവാനുശനാസുതഃ. മൃഗണ്ഡന് മാർക്കണ്ഡേയനെന്നും പ്രാണന് വേദശിരസ്സെന്നും പേരുള്ള പുത്രന്മാരുണ്ടായി. ഇവർ 2 പേരും മുനിമാരാകുന്നു. ഭൃഗുവിന് കവി എന്നു പേരായിട്ടൊരു പുത്രനുണ്ടായി. കവിയുടെ പുത്രനാകുന്നു ജ്ഞാനാദി ഗുണസമ്പന്നനായ ഉശനസ് ശുഗമുനി. സർവദേതേ മുനയക്ഷത്തർലോകാൻ സർഗൈരഭാവയൻ ഏഷ കർദമദൗഹിത്ര സന്താനക്കദിതസ്തവ ശൃണ്വത ശ്രദ്ധദാനസ്യ സദ്യപാപഹരപരഃ. അല്ലയോ വിതുര, ഈ പുത്രന്മാരെല്ലാവരും ഭഗവദ്ധ്യാനശീലന്മാരായിരുന്നതിനാൽ ഭഗവാന്റെ ഇച്ഛയെ അറിഞ്ഞ് തപസ് ചെയ്തുകൊണ്ട് സിദ്ധിച്ച വൈഭവത്താൽ ജനിപ്പിച്ച സൽസന്താനങ്ങളെ കൊണ്ട് ലോകത്തെ അഭിവൃദ്ധിപ്പെടുത്തി. കർദമമുനിയുടെ പുത്രിമാരിൽ നിന്നുണ്ടായ ഈ വംശത്തിൽ ധർമ്മത്തിൽ നിന്നു തെറ്റാതെ വേദോക്ത കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്ന മഹാന്മാർ മാത്രമേ ജനിച്ചിട്ടുള്ളൂ. അവരുടെ സംഗ്രഹരൂപമായ വിവരം അങ്ങയോട് ഞാൻ പറഞ്ഞു. ശ്രദ്ധയോടുകൂടെ ഈ ചരിത്രം കേൾക്കുന്നവർ ക്ഷണത്തിൽ പാപനിർമുക്തന്മാരായി വരും. ശ്രവണത്തിൽ നിന്ന് ബലമുണ്ടാകണമെങ്കിൽ ശ്രദ്ധയോടുകൂടെ തന്നെ കേൾക്കണം. കേൾക്കുന്നത് കൊണ്ട് തന്നെ പാപം നശിക്കുമെന്ന് പറഞ്ഞത് അനുഷ്ഠാന ബലമാഹാത്മ്യത്തെ സൂചിപ്പിക്കുവാനും ശ്രവണത്തിൽ നിന്നാണ് ന്യായാന്യായ ബോധം ഉണ്ടാകുന്നതെന്ന് കാണിപ്പാനുമാകുന്നു. ശ്രവണത്തിൽ പ്രവൃത്തിയില്ലാത്തവർക്ക് ജ്ഞാനത്തിന് വഴിയില്ലാത്തതിനാൽ ജ്ഞാനസാധനങ്ങളിൽ വെച്ച് ശ്രവണത്തിനു തന്നെ പ്രാധാന്യം നിശ്ചയിച്ചിരിക്കുന്നു. പ്രസൂതിം മാനവീം ദക്ഷ ഉഭയേ മേഹ്യജാത്മജഃ തസ്യാം സസർജ ദുഹിത്യു ഷോഡശാമലലോചനാഃ. മനുവിൻ്റെ 3-ാമത്തെ പുത്രിയായ പ്രസൂതിയെ ബ്രഹ്മാവിൻ്റെ അങ്കുഷ്ടത്തിൽ നിന്ന് ജാതനായ ദക്ഷൻ എന്ന പ്രജാപതി വിവാഹം ചെയ്തു. അവളിൽ 16 പുത്രിമാരെ ജനിപ്പിച്ചു. അവർ കാമക്രോധാദി ദോഷങ്ങൾ നിമിത്തമുണ്ടാകുന്ന നേത്ര ദുർവികാരാദി ഭാവങ്ങൾ ഒന്നുമില്ലാത്തവരായിരുന്നു. ത്രയോദശാധാധർമായ തദേകാമഗ്നയേ വിഭുഃ പിതൃഭ്യേകാം യുക്തേഭ്യോ ഭാവായൈകാം ഭവച്ഛിതേ. ദക്ഷപുത്രിമാരുടെ വിവാഹത്തെപ്പറ്റി പറയുകയാണ്. പുത്രിമാരുടെയും അവരെ വിവാഹം ചെയ്തു കൊടുപ്പാൻ വിചാരിക്കുന്ന വരന്മാരുടെയും യോഗ്യതകളെ നിരൂപണം ചെയ്ത് വേണ്ടതുപോലെ പ്രവർത്തിപ്പിക്കാനുള്ള ബുദ്ധിഗുണമുള്ള ദക്ഷൻ തൻ്റെ പുത്രിമാരിൽ 13 പേരെ ധർമ്മനും, ഒരുത്തിയെ അഗ്നിക്കും, ഒരുത്തിയെ ഐക്യമത്യത്തെ ദീക്ഷിച്ചിരിക്കുന്ന പിതൃദേവന്മാർക്കും, ഒരുത്തിയെ ഭക്തന്മാരുടെ സംസാരക്ലേശത്തെ നിശേഷം നശിപ്പിക്കുന്ന കരുണാനിധിയായ പരമേശ്വരനും വിവാഹം ചെയ്തു കൊടുത്തു. ശ്രദ്ധാ മൈത്രീ ദയാ ശാന്തി സ്തുഷ്ടി പുഷ്ടി ക്രിയോന്നതിഃ ബുദ്ധിർമേധാതി ദീക്ഷാ ഹ്രീർ മൂർത്തിർധർമ്മസ്യ പത്നയഃ.
ശ്രദ്ധ, മൈത്രി, ദയ, ശാന്തി, തുഷ്ടി, പുഷ്ടി, ക്രിയ, ഉന്നതി, ബുദ്ധി, മേധ, തിതിക്ഷ, ഹ്രീ, മൂർത്തി എന്ന 13 പേർ ധർമ്മപത്നികൾ. ഇവർ ശ്രദ്ധാദ്യഭിമാനികളായ ദേവതകളാണെന്ന് അറിഞ്ഞുകൊള്ളണം. ശാസ്ത്രോക്ത കാര്യങ്ങളിൽ വിശ്വാസം, ശ്രദ്ധ, സർവർക്കും ഹിതം ചെയ്യുന്ന സ്വഭാവം, മൈത്രി, അന്യദുഃഖം തീർക്കണമെന്നുള്ള വിചാരം, ദയ, തൃഷ്ണയില്ലാതിരിക്കുന്നത്, ശാന്തി, എതിർച്ചാലാഭത്തിലുണ്ടാകുന്ന തൃപ്തി, തുഷ്ടി, ശരീരസ്ഥൗല്യം, പുഷ്ടി, ശാസ്ത്രത്തിൽ പറഞ്ഞതനുസരിച്ച് ചെയ്യുന്ന കർമ്മം, ക്രിയ, ധനധാന്യാദികളുടെ അഭിവൃദ്ധി എന്നത് ഉന്നതി, വിചാരപൂർവം നിശ്ചയിക്കുന്നതിനുള്ള ശക്തി, ബുദ്ധി, അനുഭവിച്ചതിനെ മറക്കാതിരിക്കുവാനുള്ള ശക്തി, മേധ, ഇഷ്ടാനിഷ്ടങ്ങളെ സഹിപ്പാനുള്ള സാമർഥ്യം, തിതിക്ഷ, നിന്ദ്യമായ കർമ്മം ചെയ്താലുണ്ടാകുന്ന സങ്കോചം, ഹ്രീ, ശുദ്ധിയെ അഭിമാനിക്കുന്നത്, മൂർത്തി. ഈ വക ശുഭഗുണങ്ങളെ ജനിപ്പിക്കുന്ന ദേവതകളെയാണ് ദക്ഷപുത്രിമാരായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഈ ഗുണങ്ങൾ മനസ്സിനെ ആശ്രയിച്ചിരിക്കുന്നവയാകുന്നു. മനസ്സിൻ്റെ അധിഷ്ഠാന ദേവത ചന്ദ്രനാകയാൽ ശ്രദ്ധാദികളായ 16 പേർ ചന്ദ്രൻ്റെ 16 കലകളാണെന്നറിയണം. അവയിൽ 15 തിഥികൾ. 16ാമത്തേത് സ്വരൂപഭൂതയായ നിത്യ എന്ന കല. ചന്ദ്രൻ സംവത്സരാഭിമാനിയായ പ്രജാപതിയാകയാൽ കർമ്മങ്ങളുടെ ഫലങ്ങളെ ദാനം ചെയ്യുന്ന ദേവനാകുന്നു. ശ്രദ്ധാദികളായ ശുദ്ധഭാവങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ കർമ്മങ്ങൾ സംസാര ക്ലേശങ്ങളെ തീർക്കുന്നതിന് സമർത്ഥങ്ങളായി വരികയുള്ളൂ. ശ്രദ്ധാസൂതശുഭം മൈത്രി പ്രസാദമഭയം ദയ ശാന്തി സുഖം മുദം തുഷ്ടി സ്മയം പുഷ്ടിരസൂയത യോഗം ക്രിയോന്നതിർദർപ്പമർത്ഥം ബുദ്ധിരസൂയത മേധാസ്മൃതിം തിദിക്ഷാദു ക്ഷേമം ഹ്രീപ്രശ്രയം സുതം. ശ്രദ്ധാദികളെ പത്നിമാരായി സ്വീകരിച്ച ധർമ്മൻ എന്ന ദേവന് ആ പത്നിമാരിലുണ്ടായ സന്താനങ്ങളെ പറയുന്നു. ശ്രദ്ധ ശുഭനെയും, മൈത്രി പ്രസാദനെയും, ദയ അഭയനെയും, ശാന്തി സുഖനെയും, തുഷ്ടി മുത്ത എന്നവനെയും, പുഷ്ടി സ്മയനെയും, ക്രിയ യോഗനെയും, ഉന്നതി ദർപ്പനെയും, ബുദ്ധി അർത്ഥൻ എന്നവനെയും, മേധാ സ്മൃതിയെയും, തിദിക്ഷ ക്ഷേമനെയും, ഹ്രീ പ്രശ്രയൻ എന്ന പുത്രനെയും പ്രസവിച്ചു. ശ്രദ്ധാമൈത്ര്യാദികളായ മാനസിക ഗുണസമ്പന്നനായ ഒരു ധർമ്മസ്വരൂപിൻ്റെ ശുഭം, പ്രസാദം, അഭയം, സുഖം, സന്തോഷം, സ്മയം, യോഗം, ദർപ്പം, അർത്ഥം, സ്മൃതി, ക്ഷേമം, പ്രശ്രയം എന്നിങ്ങനെയുള്ള സമ്പത്തുകൾക്ക് അഭിവൃദ്ധി പ്രാപിക്കും എന്നാകുന്നു. മൂർത്തി സർവഗുണോപത്തിർ നരനാരായണ വൃഷി യയോർജന്യന്യതോ വിശ്വം അഭ്യനന്ദൻ സുനിർവൃതം മനാംസി കകുബോ വാദാഹ പ്രസേതു സരിതോദ്രയഃ. സർവഗുണസമ്പന്നയായ മൂർത്തിദേവിയിൽ ധർമ്മദേവന് നരനാരായണന്മാരെന്നു പേരായ 2 പുത്രന്മാരുണ്ടായി. അവർ ഋഷികളാകുന്നു. അവർ അവതരിച്ചപ്പോൾ സർവ്വലോകങ്ങൾക്കും സുഖം അനുഭവപ്പെട്ടതിനാൽ സന്തോഷമുണ്ടായി. എല്ലാവരുടെ മനസ്സും 4 ദിക്കുകളും കാറ്റും നദികളും പർവ്വതങ്ങളും പ്രസാദിച്ചു. സമഷ്ടി ലോകത്തിൽ സുഖമുണ്ടായെന്നു സാരം. ലോകശാന്തിക്കായി തപസ് ആചരിപ്പാൻ അവതരിച്ച ഭഗവത് അംശഭൂതന്മാരാണ് ഈ 2 ഋഷികൾ. ശുദ്ധ സത്വസ്വരൂപത്തെ തന്നെയാണ് മൂർത്തി എന്ന ശബ്ദത്താൽ നിശ്ചയിച്ചിരിക്കുന്നത്. ജ്ഞാനവൈരാഗ്യാദി സകല ഗുണങ്ങളും അതിൽ നിന്നുണ്ടാകും. അപ്പോൾ ശുദ്ധ സത്വമയിയായ മനോവൃത്തിയിൽ ശ്രീനാരായണനും കർമ്മബലഭൂതനായ നരഋഷിയും ഒപ്പം അവതരിക്കും. നാരായണൻ സാക്ഷാൽ ഭഗവാൻ, നരൻ ഭഗവാന്റെ അംശം. ഭാവത്താൽ പരമാത്മാവ് സർവ്വനരലോകത്തെ ആനന്ദിപ്പിക്കുന്ന സർവേശ്വരനായി വിളങ്ങിയെന്നുള്ള അർത്ഥത്തെ സൂചിപ്പിച്ചിരിക്കുന്നു. ദിവ്യവാദ്യന്തതൂര്യാണി പേതുകുസുമവൃഷ്ടയഃ മുനയസ്തുഷ്ടുവുസ്തുഷ്ട ജഗുർഗന്ധർവകിന്നരാഹ. സ്വർഗത്തിൽ ദേവവാദ്യങ്ങളെ മുഴക്കി സ്വർഗവാസികൾ ഭൂലോകത്തിലേക്ക് പുഷ്പങ്ങളെ വർഷിച്ചു. നാരദാദി ദേവമുനികൾ ഭഗവാനെ സ്തോത്രം ചെയ്തു. സന്തുഷ്ടന്മാരായ ഗന്ധർവകിന്നരന്മാർ ഭഗവാന്റെ ഗുണങ്ങളെ കീർത്തിച്ചു. നൃത്യന്തി സ്മ സ്ത്രിയോ ദേവ്യ ആസീത് പരമമംഗളം ദേവാ ബ്രഹ്മാദയാ സർവേ ഉപദസ്തുരഭിഷ്ടവൈഹി. ദേവസ്ത്രീകൾ സന്തോഷാധിക്യത്താൽ നർത്തനാദികൾ ചെയ്തു. ഭഗവാന്റെ അവതാര മാഹാത്മ്യത്താൽ ലോകത്തിൽ എങ്ങും പരമോത്സവമായി. ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാർ സ്തോത്രങ്ങൾ കൊണ്ട് ഭഗവാനെ സേവിച്ചു. ദേവ ഊജുഹു യോ മായയാ വിരചിതം നിജയാത്മനീതം ഖേരൂപഭേദമിവ തത് പ്രതിചക്ഷണായ ഏതേന ധർമ്മസദനേ ഋഷിമൂർത്തിനാദ്യ പ്രാതുശ്ചകാര പുരുഷായ നമഃ പരസ്മൈ. ദേവന്മാർ സ്തുതിച്ചു. ഹേ ഭഗവൻ, പരമപുരുഷനായ അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. ഈ കാണപ്പെടുന്ന വിശ്വം അവിടുന്നാകുന്ന അധിഷ്ഠാനത്തിൽ അവിടുത്തെ ഇച്ഛാശക്തിയാകുന്ന മായയെ ആശ്രയിച്ചിട്ട്
അവിടുന്നിനാൽ തന്നെ നിർമ്മിക്കപ്പെട്ടതാണെന്നുള്ള പരമാർത്ഥത്തെ സ്വഭക്തന്മാർക്ക് ഉപദേശിപ്പാനായിക്കൊണ്ട് ധർമ്മദേവപത്നിയിൽ ഈ ഋഷി സ്വരൂപത്തോടുകൂടെ അവതരിച്ചിരിക്കുന്നു. വാസ്തവത്തിൽ നാനാനാമങ്ങളാൽ പറയപ്പെടുന്ന നാനാരൂപങ്ങൾ അങ്ങ് ഏകം തന്നെയാകുന്നു. ഘടാദികളാകുന്ന ഉപാധികളോടു സംബന്ധ നിമിത്തം പരിച്ഛിന്നമെന്ന പോലെ കാണപ്പെടുന്ന ആകാശം പരമാർത്ഥത്തിൽ അപരിച്ഛിന്നവും ഏകവുമായിരിക്കുന്നത് പോലെ അങ്ങയും അപരിച്ഛിന്നനും ഏകനുമാകുന്നു. സത്വഗുണത്തെ അംഗീകരിച്ച് അവതരിക്കുന്ന അങ്ങ് ഉപദേശിച്ചാൽ മാത്രമേ ഈ സത്യജ്ഞാനം ജീവാത്മാക്കൾക്ക് അനുഭവപ്പെടുകയുള്ളൂ. അതിനായിട്ടുള്ള അങ്ങയുടെ ഈ അവതാരത്തെ ഞങ്ങൾ സേവിക്കുന്നു. സോയം സ്ഥിതി വ്യതികരോപശമായ സൃഷ്ടാൻ സത്വേന ന സുരഗണാൻ അനുമേയ തത്വഃ ദൃശ്യാദ്യദഭ്രകരുണേന വിലോകനേന യശ്രീനികേതമമലം ശിവതാരവിന്ദം. ഹേ ഭഗവൻ, സൃഷ്ടിയാദി കാര്യങ്ങളെ കൊണ്ട് അങ്ങയുടെ മഹിമയെ ഊഹിക്കുവാൻ മാത്രമല്ലാതെ അതിൻ്റെ പരമാവധിയെ അറിയുവാൻ ഞങ്ങൾ സമർത്ഥന്മാരല്ല. ലോകം അതിൻ്റെ മര്യാദയെ അതിക്രമിക്കാതെ ഇരിപ്പാനായിട്ട് ഞങ്ങൾക്ക് ചില അധികാരങ്ങളെ നൽകിയ അങ്ങയാൽ തന്നെ സത്വഗുണത്താൽ സൃഷ്ടിക്കപ്പെട്ട ഞങ്ങൾക്ക് ആ അധികാരങ്ങളെ വേണ്ടും വിധം നടത്തുവാനുള്ള ശക്തിയുണ്ടാവാനും ഞങ്ങളുടെ സർവാഭീഷ്ടങ്ങൾ സാധിപ്പാനുമായിട്ടും ശ്രീദേവിയുടെ വാസസ്ഥാനമായ താമരപ്പൂവിനേക്കാൾ സൗന്ദര്യമുള്ള അങ്ങയുടെ അഭാംഗത്താൽ സമ്പൂർണ്ണ കരുണയോടുകൂടെ ഞങ്ങളെ കടാക്ഷിക്കണം. ഏവം സുരഗണൈസ്താദ ഭഗവന്താഭിഷ്ടുതൗ ലബ്ധാവലോകൈഃ യയദുരർച്ചിതൗ ഗന്ധമാദനം. ഹേ വത്സ വിദുര, ദേവന്മാരാൽ ഇപ്രകാരം സ്തുതിക്കപ്പെട്ട നരനാരായണന്മാരായ ഭഗവാന്മാർ ദേവന്മാരെ കാരുണ്യത്തോടുകൂടെ കടാക്ഷിച്ചു. അതുകൊണ്ട് തന്നെ അവരുടെ സർവ്വ മനോരഥങ്ങളും സാധിച്ചതിനാൽ ഗന്ധപുഷ്പാദികൾ കൊണ്ട് അവരാൽ പൂജിക്കപ്പെട്ട നരനാരായണ ഭഗവാന്മാർ തപസ്സു ചെയ്യുവാനായിക്കൊണ്ട് ഗന്ധമാദനം എന്ന പർവ്വതത്തെ പ്രാപിച്ചു. താവിമൗ വൈ ഭഗവതോ ഹരേരംശ വിഹാഗതൗ ഭാരവ്യയായ ചഭുവഹ കൃഷ്ണോ യദു കുരുദ്വഹൗ. ഭഗവാന്റെ അംശഭൂതന്മാരായ ആ നരനാരായണന്മാർ ഇപ്പോൾ ഈ ഭാരതഖണ്ഡത്തിൽ ഭൂമിക്ക് അസുരാംശഭൂതന്മാരായ രാജാക്കന്മാർ നിമിത്തം നേരിട്ടിരിക്കുന്ന സങ്കടത്തെ തീർത്ത് പുഷ്ടിയെയും മര്യാദയെയും ഉറപ്പിക്കുവാനായിക്കൊണ്ട് യദുകുലത്തെ പരിപാലിക്കുന്ന കൃഷ്ണനെന്നും കുരുകുലത്തെ പരിപാലിക്കുന്ന കൃഷ്ണനെന്നും പേരോടുകൂടെ അവതരിച്ചിരിക്കുന്നു. ദേവകീപുത്രനായ ശ്രീകൃഷ്ണൻ സ്വയം ഭഗവാൻ തന്നെ. കുന്തിപുത്രനായ അർജുനനാകട്ടെ പൂർവാവതാരത്തിൽ നരനായി അവതരിച്ച അംശത്തിൽ നിന്നുണ്ടായവനാകുന്നു. സ്വാഹാഭിമാനിനാശ്ചാഗ്നേ ആത്മജാം സ്ത്രീനജീജനത് പാവകം പവമാനം ച ശുചീം ജഹുദഭോജനം. ദക്ഷൻ്റെ 16 പുത്രിമാരിൽ 13 പേരുടെ വംശം പറഞ്ഞു. 14ാമത്തെ പുത്രിയായ സ്വാഹയുടെ വംശം പറയുന്നു. സ്വാഹ അഭിമാനദേവതയായ അഗ്നിദേവനിൽ നിന്ന് 3 പുത്രന്മാരെ ജനിപ്പിച്ചു. പാവകൻ, പവമാനൻ, ശുചി എന്ന 3 പേർ. 3 പേരും അഗ്നിയിൽ ഹോമിക്കുന്ന പദാർത്ഥത്തെ ഭുജിക്കുന്നവരാകുന്നു. തേഭ്യോഗ്നയ സമഭവം ചത്വാരിംശച്ച പഞ്ചജ തയേവൈകോന പഞ്ചാശത് സാകം പിതൃപിതാമഹൈഃ. പാവക, പവമാന, ശുചികളിൽ നിന്ന് 45 വിധം അഗ്നികൾ ജനിച്ചു. മൂലപിതാവായ അഗ്നിദേവൻ ഇവരുടെ പിതാമഹൻ. പാവകൻ, പവമാനൻ, ശുചി എന്ന ഈ 3 പേർ ഇവരുടെ പിതൃക്കൾ. ഇങ്ങനെ ആകെ 49 പേർ സ്വാഹാവംശജാതന്മാർ. വൈധാനികേ കർമ്മണി എന്നാമഭിർ ബ്രഹ്മവാദിഭിഃ ആഗ്നേയ ഇഷ്ടയോ യത്നേ നിരൂപ്യന്തേ ജ്ഞയസ്തുതേ. ഇവരെല്ലാവരും ലൗകികാഗ്നികളല്ല, പിന്നെയോ ശ്രൗതസ്മാർത്ഥ കർമ്മങ്ങളിൽ ഉപയോഗിക്കുന്ന മന്ത്രാഗ്നികളാകുന്നു. വേദത്താൽ കർമ്മകാണ്ഡത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന യത്നരൂപമായ കർമ്മത്തിൽ യാതൊരു അഗ്നിദേവതകളുടെ നാമങ്ങളെ കർമ്മകാണ്ഡ നിപുണന്മാരായ ആചാര്യന്മാർ ഉച്ചരിച്ചും കൊണ്ട് ഇഷ്ടികളെ നടത്തുന്നുവോ ആ മന്ത്രാഗ്നി ദേവതകൾ ഇവരാകുന്നു. ഓരോ ബലങ്ങളെ കർമ്മകർത്താവിന് നൽകുവാനുള്ള ശക്തി ഇവരിൽ ഓരോരുത്തർക്കും പ്രത്യേകമുള്ളതുകൊണ്ടാണ് ബഹ്വഗ്നികളായി ഭവിച്ചിരിക്കുന്നത്. അഗ്നിഷ്വാത്ത ബർഹിഷദഃ സൗമ്യാപിതര ആജ്യഭാഹ സാഗ്നയോനഗ്നയസ്തേഷാം പത്നി ദാക്ഷായണീ സ്വത. ദക്ഷൻ്റെ 15ാമത്തെ പുത്രിയായ സ്വതയുടെ വംശം പറയുന്നു. സ്വത പിതൃക്കളുടെ പത്നിയാകുന്നു. പിതൃക്കൾ 4 സംഘക്കാരാകുന്നു. അഗ്നിശ്വാത്തന്മാർ, ബർഹിഷത്തുകൾ, സൗമ്യന്മാർ, ആജ്യപന്മാർ എന്നാണ് സംഘനാമങ്ങൾ. ഇവരിൽ ചിലർക്ക് അഗ്നിയിൽ കർമ്മമുണ്ട്, ചിലർക്കില്ല. അഗ്നികർമ്മമുള്ളവരെ സാഗ്നികളെന്നും ഇല്ലാത്തവരെ അനഗ്നികളെന്നും വേർതിരിച്ചിരിക്കുന്നു. അഗ്നിയിൽ പതിച്ചതായ പുരോടാശം മുതലായതിനെ സ്വീകരിക്കുന്ന പിതൃക്കൾക്ക് അഗ്നിശ്വാത്തന്മാർ എന്നു പേർ.
ദൈത്യന്മാർ, ദാനവന്മാർ, യക്ഷന്മാർ ഇവരുടെ പിതൃക്കൾക്ക് ബർഹിഷത്തുക്കൾ എന്നുപേർ. അഗ്നിഷ്ടോമാദി കർമ്മദേവതകൾക്ക് സോമപന്മാർ എന്നുപേർ. ദർശ പൗർണമാസാദി കർമ്മദേവതകൾക്ക് ആജ്യപന്മാർ എന്നുപേർ. ഇങ്ങനെയാണ് 4 സംഘം. ഇവരുടെ എല്ലാ പേരുടെയും കൂടിയ ഏകപത്നിയാണ് സ്വത. തേഭ്യോ ദദാര കന്യേ ദ്വേ വയുനാം ദാരിണീം സ്വത ഉപേതേ ബ്രഹ്മവാദിന്യോ ജ്ഞാനവിജ്ഞാനപാരകേ. സർവ്വപിതൃക്കളുടെ ശക്തിസ്വരൂപമായ സ്വത പിതൃക്കളുടെ വീര്യത്തിൽ നിന്ന് 2 കന്യകമാരെ ജനിപ്പിച്ചു. വയുന, ദാരിണി എന്ന ഇവർക്കു പേർ. ഇവർ 2 പേരും വേദശാസ്ത്രജ്ഞാനവും അതനുസരിച്ചുള്ള അനുഭവജ്ഞാനവും ഉള്ളവരാകുന്നു. അതിനാൽ അവർക്ക് ഗൃഹസ്ഥാശ്രമ പ്രവേശം ഉണ്ടായിട്ടില്ല, സന്തതിയുമില്ല. ഭവസ്യ പത്നീതു സതീ ഭവം ദേവമനുവ്രത ആത്മനഃസദൃശം പുത്രം നലേബേ ഗുണശീലദഃ. ദക്ഷൻ്റെ 16ാമത്തെ പുത്രിയായ സതീദേവി ഭർത്താവായ ശ്രീരുദ്രനെ ഭക്തിപൂർവം സേവിച്ചു. എങ്കിലും ഗുണം കൊണ്ടും സ്വഭാവവിശേഷം കൊണ്ടും ശിവസദൃശ്യനായ പുത്രനെ ശിവനിൽ നിന്ന് ലഭിച്ചില്ല. അതിനാൽ സതിയുടെ വംശവും ഇല്ലാതെയായി. പിതര്യപ്രതിരൂപേ സ്വേ ഭവായ നാഗസേരുഷ അപ്രൗഢമാത്മനാത്മാനം അജഹാദ്യോഗ സംയുത. ഭക്തിയുക്തയായ സതിക്ക് ദേവനായ ശിവൻ പുത്രനെ നൽകാതിരുന്നതിനുള്ള കാരണം പറയുകയാണ്. സ്വപിതാവായ ദക്ഷൻ സ്വഭർത്താവായ രുദ്രൻ്റെ നേരെ നിഷ്കാരണമായിട്ട് പ്രതികൂലം ആചരിച്ചപ്പോൾ ദീർഘദർശന സാമർഥ്യം ഇല്ലാത്ത ഒരുവളെന്ന മട്ടിൽ സതീദേവി സ്വമനസ യോഗാഗ്നിയിൽ സ്വദേഹത്തെ ഉപേക്ഷിച്ചു. അതുകൊണ്ട് ദീർഘകാലം ശിവസന്നിധാനത്തിൽ ഇരിപ്പാൻ സംഗതി വന്നില്ല. അതാണ് പുത്രനുണ്ടാകാതിരിപ്പാൻ കാരണമെന്ന് സൂചിപ്പിച്ചു. ചതുർത്ഥ സ്കന്ധത്തിലെ 1-ാമത്തെ അധ്യായം സമാപിച്ചു. 2-ാമത്തെ അധ്യായം അടുത്ത ദിവസം. ഹരി ഓം.